കോട്ടയത്ത് മഴ വീണ്ടും ശക്തമായതോടെ ആശങ്കയിലാണ് ജനങ്ങൾ. വെള്ളം ഇറങ്ങിയ പടിഞ്ഞാറൻ മേഖലയിൽ വീണ്ടും ജലനിരപ്പ് ഉയരുന്നു. 139 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 12,169 ആളുകൾ ഉണ്ട്. താഴത്തങ്ങാടി MD-LP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് നമ്മുടെ മിഥുൻ മുരളിയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. മിഥുൻ, വീണ്ടും മഴ ശക്തി പ്രാപിക്കുന്നുണ്ട്, അത് വലിയൊരു ആശങ്കയാണ്. ഒപ്പം തന്നെ ഈ വെള്ളക്കെട്ട് ഇതുവരെയും ഇറങ്ങിയിട്ടില്ല. ഒരുപാട് ജനങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിലാണ്. നേരത്തെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പിൽ മതിയായ സൗകര്യങ്ങളില്ല എന്ന തരത്തിലുള്ള വാദങ്ങളൊക്കെ ഉയർന്നിരുന്നു. എന്താണ് അവിടെ നിലവിലത്തെ സാഹചര്യം? ഒപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരുടെ ആശങ്കകൾ. രാഗി, ഈ താഴത്തങ്ങാടി MD സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. 130 ആളുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ പലരും 10-11 ആളുകൾ ഇന്നലെ തന്നെ വെള്ളം ഇറങ്ങി എന്നുള്ള സാഹചര്യം വന്നപ്പോൾ വീടുകളിലേക്ക് പോയി വൃത്തിയാക്കുന്നതിനുമൊക്കെ പോയതാണ്. പക്ഷേ ഈ പ്രദേശത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ വീണ്ടും മഴ കനത്തതോടുകൂടി വെള്ളം കയറുന്നു എന്നുള്ളതാണ്. ഇന്നലെ പകൽ മഴ മാറി നിന്നതോടുകൂടിയാണ് ഈ താഴത്തങ്ങാടി ഭാഗത്ത് ഈ ദുരിതാശ്വാസ ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. കോട്ടയം നഗരസഭയിലെ 41-42 വാർഡുകളിലെ ആളുകളെയാണ് ഇവിടേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. ഈ ഭാഗങ്ങളിൽ സമീപ പ്രദേശങ്ങളിലൊക്കെ ഇന്നലെ പകൽ മഴ മാറിയതോടെ വെള്ളം ഇറങ്ങിയതാണ്. പക്ഷേ ഇന്നലെ രാത്രി മഴ വീണ്ടും കനത്തതോടുകൂടി ഈ പ്രദേശത്തേക്ക് വീണ്ടും വെള്ളം ഇരച്ചു കയറുകയാണ്. വീടുകളിലേക്ക് വെള്ളം കയറുകയാണ്. റോഡുകളിൽ വെള്ളമുണ്ട്. സമീപ പ്രദേശങ്ങളിലെ മിക്ക റോഡുകളും വെള്ളത്തിലായിരിക്കുകയാണ്. വീടുകളിലേക്ക് ഈ സമയത്തും വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. വീട് വൃത്തിയാക്കിയതിന് ശേഷം തിരികെ ക്യാമ്പുകളിലേക്ക് എത്തി ഇനിയുള്ള മണിക്കൂറുകളിൽ വീട്ടിലേക്ക് താമസം മാറ്റാമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളുകളൊക്കെ ഈ ക്യാമ്പിലുണ്ടായിരുന്നു. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ആശങ്കയിലാകുന്ന അല്ലെങ്കിൽ വീണ്ടും പ്രശ്നത്തിലേക്കാകുന്ന മണിക്കൂറുകളാണ് ഇത്. വീട്ടിൽ വെള്ളം കയറി എന്താണ് അവസ്ഥ? തിരിച്ചു വരുന്നുണ്ട്, വീണ്ടും ഇറങ്ങി. വീട് വൃത്തിയാക്കാൻ പോയിരുന്നോ? പോയി വൃത്തിയാക്കിയിട്ട് തിരിച്ചു വന്നു. ഈ മണിക്കൂറുകളിൽ മഴയുണ്ട്. അപ്പോൾ അത് മഴയുണ്ട്, ഇനി എപ്പോഴാണ് വരുന്നതിനൊക്കെ വെള്ളം. എന്തായി വീട്ടിലെ അവസ്ഥ? വീട് വെള്ളമിലിറങ്ങി വൃത്തിയാക്കിയിട്ട് ഇവിടുന്ന് പോയേക്കാവുന്ന വെച്ച് എഴുതി കൊടുത്തു. ഇപ്പോഴത്തെ ഈ അന്തരീക്ഷം കണ്ടിട്ട് എന്താ ഉണ്ടാവും എന്നുള്ളതിനെ പറ്റി ഒരു പിടിയില്ല. ആറ്റി വെള്ളം വരവാ, മെനച്ചിലാറ്റി വെള്ളം വരവാ. മെനച്ചിലാറ്റി വെള്ളം വന്നു കഴിച്ചാൽ ഞങ്ങളുടെ എല്ലപ്പരക്കത്ത് കയറും, ഇനിയും കയറും. വീട് ഇന്നലെ പകൽ പോയി വൃത്തിയാക്കി, മെനിക്കാന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ പോയി. ഇന്നലെ കൂടെ ആയിട്ട് വൃത്തിയാക്കി. വൃത്തിയാക്കായ ഏറ്റവും കൂടുതൽ വിഷയം അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ നിന്ന് പോയേക്കാന്ന് പറഞ്ഞ് ഇവിടെ പറയുകയും ചെയ്ത് നമ്മുടെ ഒഴിവാകുവാണെന്ന്. പക്ഷേ ഇപ്പോൾ ഈ അന്തരീക്ഷം കണ്ടിട്ട് ഒഴിവാകാൻ പറ്റുമെന്നൊരു തോന്നൽ. എന്താണ് വീട്ടിലെ അവസ്ഥ? ഇതാ വെള്ളം ഇറക്കം വീണിട്ടുണ്ട്. നമ്മളിവിടെ ക്യാമ്പിലില്ല. നമ്മൾ ക്യാമ്പ് നടത്തിപ്പിന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് വന്നിട്ടുള്ളതാണ്. നമ്മുടെ വീട്ടിൽ വെള്ളം കയറി ബന്ധു വീട്ടിൽ പോയിരിക്കുകയാണ്. എന്താണ് വീട്ടിലെ അവസ്ഥ? വെള്ളമാണോ? വെള്ളമാണ്. ഇറക്കമുണ്ടോ? ഇറക്കമുണ്ട്, എന്നാലും കാര്യമായിട്ട് ഇറങ്ങിയിട്ടില്ല. എന്നാലും പെരക്കത്തെല്ലാം കയറിയായിരുന്നു. പിന്നെ വഴിയിലെ വെള്ളമൊക്കെ. വീട്ടിലെ അവസ്ഥ എന്താണ്? വീട് വൃത്തിയാക്കാനൊക്കെ പോയോ? കുറച്ച് ആളുകൾ പോയി. വീട്ടിൽ പോയില്ല. അരയ്ക്ക് മുകളിൽ വെള്ളമുണ്ട്. പക്ഷെ പെരക്കാതെ ഇറങ്ങി കാണും. പക്ഷെ വഴിയിലൊക്കെ ഒരുപാട് വെള്ളമാണ്. കാരണം വീട്ടിലോട്ട് ചെല്ലാൻ മേലാത്തൊരവസ്ഥയില്ല. അപ്പം അങ്ങനെയാണ് നിൽക്കുന്നത്. കണ്ണിൽ കവിഞ്ഞ് വെള്ളമായിട്ട് ഗൃഹോപകരണങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നശിച്ചിട്ട് കുറച്ച് സാധനമൊക്കെ പോയിട്ടുണ്ട്. മോട്ടറിനകത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. പിന്നെ TV കാര്യമൊന്നും അറിയാൻ പറ്റില്ല. ഫോൺ ചെയ്ത് നോക്കി. ഈ വൃത്തിയാക്കലാണ് ബുദ്ധിമുട്ടുള്ള കാര്യം. വൃത്തിയാക്കണം കംപ്ലീറ്റ്, അല്ലാതെ രക്ഷപ്പെടില്ല. അതാണ് ഏറ്റവും വലിയൊരു കടമ. പിന്നെ ഈ പെരക്കകത്ത് ഈ കുഴിയാണെങ്കിൽ എന്ന് പറയുന്നത് പാമ്പുണ്ട്. അതൊക്കെ ഒരുപാടുണ്ട് കയറി കിടക്കുക. ഇനി അവിടെ ചെന്നിട്ട് ഇതെല്ലാം ഒന്ന് മെനയാക്കണം. ഈ ശുചീകരണമാണ് വെള്ളപ്പൊക്കത്തിന് ശേഷം ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. ആ ശുചീകരണ പ്രവർത്തനങ്ങളും വേഗത്തിൽ നടത്തണം എന്നുള്ളതാണ് ആളുകൾ. എങ്ങനെയുണ്ട് വീട്ടിലെ അവസ്ഥ? വീട്ടിൽ വെള്ളമൊക്കെ എല്ലാം ഇറങ്ങി. ഇപ്പം ഹസ്ബൻഡ് വീട്ടിലോട്ട് തൂത്ത് തുടച്ചിടാനായിട്ട് പോയി. ഞാൻ പോകാമെന്ന് ഉദ്ദേശിച്ച് എല്ലാം ഇറങ്ങി. വെള്ളം ഇറങ്ങി തുടങ്ങിയ മേഖലയായിരുന്നു. ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിലാണ് വീണ്ടും ആശങ്ക ഉളവാക്കിയത്. ഇവിടെ നേരത്തെ പറഞ്ഞ ആളുകൾ പോലെ ഇനി എന്താണ് കാലാവസ്ഥ എന്നുള്ള ഒരു ആശങ്കയിൽ തന്നെ ഇവിടെ തന്നെ തുടരുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തുടരുകയാണ് പല ആളുകളും. രാഗി, മിഥുൻ, എന്തായാലും കോട്ടയത്ത് വീണ്ടും മഴ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഇപ്പോഴും ജനങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ്. 12,169 ആളുകളാണ് 139 ദുരിതാശ്വാസ ക്യാമ്പുകളിലായിട്ട് ഉള്ളത്. എന്തായാലും അവർ വലിയ ആശ്വാസത്തോടു കൂടി നിൽക്കുകയാണ്. അതായത് മഴയൊന്ന് ഒഴിഞ്ഞതിന് ശേഷം വീടുകളിലേക്ക് മടങ്ങണം. അങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾ അവർ പങ്കുവയ്ക്കുകയായിരുന്നു. മിഥുൻ മുരളിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.